വേണ്ട, എനിക്ക് എങ്ങും ഇഷ്ടമല്ല. പിന്നെ കണ്ടാലും മതി ചുള്ളിക്കമ്പ്. അതും കേട്ട് അവളുടെ മുഖം ഒന്ന് വീർത്തു വന്നു. ചുണ്ടുകൾ കൂർപ്പിച്ച് അവൾ അവനെ നോക്കി. അതൊക്കെ കണ്ട് കാശിക്ക് ചിരിയാണ് വന്നത്. എങ്കിലും അവൻ അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമെ ഗൗരവഭാവം നടിച്ചു. ഓഹോ, അപ്പോൾ എന്നെ കാണാൻ കൊള്ളില്ല അല്ലേ? അതെ, കൊള്ളില്ല. അവൻ വീണ്ടും പറഞ്ഞതും അവളുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം വന്നു നിറഞ്ഞു. മുഖത്തേക്ക് നോക്കി പറയേ. അവളുടെ മറുപടി വരുന്ന മുഖം കണ്ട് അവൻ പണി പാളിയോ എന്ന രീതിയിൽ അവളെ ഒന്ന് നോക്കി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് വെച്ചാൽ. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്കൊരു കുന്തവും കേൾക്കണ്ട. നോക്കിക്കോ, എന്നെ ഇനി സാരി ഉടുത്ത് കാണാൻ നിങ്ങൾ കൊതിക്കും. നോക്കിക്കോ. അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൾ നടന്നുപോയി. കാശിയാണെങ്കിൽ ആരാ ഇപ്പം ഇവിടെ പടക്കം പൊട്ടിച്ചത് എന്ന ഭാവമായിരുന്നു. എന്താണ് അളിയ, റൊമാൻസ് ആയിരുന്നോ? ചവിട്ടി കുലുക്കിപ്പോയ നന്ദയുടെ പുറകെ കിളി പോയ ലുക്കിൽ വരുന്ന കാശിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് സിത്തു അത് ചോദിക്കുമ്പോൾ കാശി അവനെ നോക്കി പല്ലിരുമ്മി. കടിച്ചു പൊട്ടിക്കണ്ട അളിയ, ഞാൻ ഒരു കാര്യം ചോദിച്ചത് അല്ലേ? അവൻ്റെ കോപ്പിലെ ഒരു കാര്യം. മനുഷ്യൻ ഇവിടെ വാലിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ കോപ്പിലെ ഒരു ഡയലോഗ്. അതിനെന്താ അളിയ ഇപ്പോൾ ഉണ്ടായത്? നീ കാര്യം പറയേ. സിത്തു സമാധാനപരമായി ചോദിച്ചതും കാശി നടന്നത് മുഴുവൻ അവനോട് പറഞ്ഞു. എല്ലാം കേട്ടതും ഒറ്റ ചിരിയായിരുന്നു സിത്തു. അത് കണ്ട് കാശിക്ക് ആകെ കലി കയറിയെങ്കിലും ചെക്കൻ സമീപനം പാലിച്ചു നിന്നു. എൻ്റെ അളിയ, നീ ഇതിനെ ആണോ ഇങ്ങനെ വാലിൽ തീ പിടിച്ച ഉപമ പറഞ്ഞത്? ഇതൊക്കെ പുഷ്പം പോലെ നേരിടണം അളിയ. അല്ല പിന്നെ, നിനക്ക് ഇത് പറയാം. നിന്റെ അല്ലേ അനിയത്തി? അതിനാണെങ്കിൽ വെളിവും വെള്ളിയാഴ്ചയായും ഇല്ലാത്തത് ആണ്. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. കാശി തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു? മര്യാദയ്ക്ക് ഇരുന്നാൽ പോരായിരുന്നോ? നീ എന്നെ കുറ്റപ്പെടുത്താതെ ഒരു വഴി പറയടേ. കാശി ദയനീയമായി അത് പറയുമ്പോൾ അത് കേട്ട് സിത്തുവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഒരു വഴിയുണ്ട്. സിത്തുവിൻ്റെ മുഖത്തെ കള്ളത്തരം കണ്ട് കാശി അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തു വഴി? മതിൽ ചാട്ടം. പുഫാ. സിത്തു അതും പറഞ്ഞ് തീരും മുന്നേ ഒരു ഒന്നൊന്നര ആട്ടായിരുന്നു കാശിയുടെ വക. സിത്തു ആണെങ്കിൽ ഞെട്ടി ഒരടി പുറകിലേക്ക് മാറി. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഡാ തെണ്ടി, എന്നെ അപ്പുറത്തേക്ക് ചാടിച്ചിട്ട് ആ സമയം കൊണ്ട് നിനക്ക് ഇപ്പുറത്തേക്ക് വന്ന് എൻ്റെ അനിയത്തിയുടെ കൂടെ സല്ലപിക്കാനല്ലാടാ പരട്ടെ. ഹേയ്, ഞാൻ അങ്ങനെ ചെയ്യോ അളിയ? സിത്തു നിസ്കു അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. നീ ചെയ്യും, നീയേ അത് ചെയ്യൂ. അതുകൊണ്ട് പൊന്നു മോൻ്റെ ആ ഐഡിയ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. പിന്നെ എൻ്റെ പെണ്ണിനെ മെരുക്കാൻ എനിക്കറിയാം. അളിയൻ വല്ലാണ്ട് അങ്ങ് തല പുകയണ്ട കേട്ടോ. അവനെ നോക്കി പുച്ഛിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി കാശി അവിടെ നിന്ന് പോയി. ഓടിച്ചെല്ലേ, ഇപ്പം മെരുങ്ങും അവള്. ഛേ, എന്നാലും എൻ്റെ പ്ലാൻ ചീറ്റിപ്പോയല്ലോ. ആ സാരം ഇല്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ആരോടൊന്നില്ലാതെ അതും പറഞ്ഞുകൊണ്ട് സിത്തു കാശി പോയതിൻ്റെ പിന്നാലെ പോയി. അമ്മാവന്മാരോടൊപ്പം വെറുതെ വഴിയിൽ കൂടെ പോകുന്ന ചെക്കന്മാരെ നോക്കിയിരിക്കുവാണ് നമ്മുടെ ദേവ അമ്മ. അപ്പോഴാണ് നന്ദ ചവിട്ടി കുലുക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നത്. അങ്ങോട്ട് മാറിയിരിക്കടി. ഒരു ചെറിയ ചെയറിലായി ഇരുന്ന ദേവുവിനെ തള്ളി മാറ്റിക്കൊണ്ട് നന്ദ അവിടേക്ക് കയറിയിരുന്നു. ദേവു ആണെങ്കിൽ ഇവളുടെ ദേഹത്ത് എന്താ ബാധ കയറിയോ എന്ന രീതിയിൽ കണ്ണും വീഴ്ച നോക്കുകയാണ്. എന്താടി? അവളുടെ നോട്ടം കണ്ട് നന്ദ ഒന്ന് കലിപ്പിച്ച് ചോദിച്ചു. നിനക്ക് എന്തു പറ്റിയിടി? ബാധ കയറിയോ? ആ, കയറി. നീലിയുടെ എന്തോ. വീണ്ടും ഒറ്റച്ചാട്ടം ആയിരുന്നു അവൾ. അതോടെ ദേവാമ്മ ചുപ്പുരഹോ ആയി. സമയം ഒരുപാട് ആയോ? വായോ പോകാം. അച്ഛന്മാർ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും എല്ലാവരും പോകാനായി ഇറങ്ങി. അവർക്ക് പുറകെയായി കാശിയും സിത്തുവും വന്നു. എന്തായി ഏട്ടാ? ഇവിടെ സംസാരിച്ച നിശ്ചയത്തിൻ്റെ കാര്യം?
വീട്ടിലേക്ക് നടക്കുന്നതിനായി മയൂരി തൻ്റെ ഭർത്താവിനോടായി ചോദിച്ചു. ഊവ് ഡോ, സംസാരിച്ച് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇവിടെ വന്ന് അറിയിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ്. എന്തായാലും നാളെ ഏട്ടനും വാസു ഏട്ടനും കൂടെ പോയി ഡേറ്റ് എടുത്തിട്ട് വരൂ. അത് തന്നെയാ തീരുമാനം. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് അമ്മമാരും മുന്നേ നടക്കുവാണ്. ഇന്ദിരയും മക്കളും. ഋതുവും അവർക്ക് പുറകെയും നന്ദയും ദേവവും അവർക്ക് അല്പം പുറകെയുമാണ്. കാശിയും സിത്തുവും ഏറ്റവും പുറകിൽ നിന്നാണ് വരുന്നത്. അളിയ, ഒരു ഹെൽപ്പ് ചെയ്യ്. നീ മുന്നേ പോയി ദേവുവിനെ പിടിച്ചോ. ആ സമയം കൊണ്ട് ലവളെ ഞാൻ ഇങ്ങ് എടുത്തോളാം. നടക്കുന്നതിൻ്റെ ഇടയിൽ ആയി കാശി മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് സിത്തുവിനോട് പറഞ്ഞു. അത് കേട്ട് സിത്തു അവനെ ഒന്ന് മുഴുവനായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല അളിയ, നീ ഈ നടു റോഡിൽ വെച്ച് എൻ്റെ പെങ്ങളെ എന്ത് ചെയ്യാൻ പോകുക? എൻ്റെ പൊന്നോ, ഞാൻ ഇവിടെ ആദ്യരാത്രി ഒന്നും ആഘോഷിക്കാൻ പോകുന്നില്ല, പോരെ? കാശി കൈ കൂമ്പിക്കൊണ്ട് അത് പറയുമ്പോൾ സിത്തു അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. ക്ലോസപ്പിൻ്റെ പരസ്യം കാണിക്കാതെ ഒന്ന് പോടേ അളിയ. കാശി അവനെ ഒന്ന് മുന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. സിത്ത് വേഗം മുന്നോട്ട് നടന്ന് നന്ദയുടെ മറു സൈഡിലേക്ക് കയറി ദേവുവിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു. മോളുട്ടി, എന്താ ഒറ്റയ്ക്ക് നടക്കുന്നത്? ചേട്ടൻ കമ്പനി തരുവാലോ, വായോ. അതും പറഞ്ഞ് അവളെയും കൂട്ടി അവൻ മുന്നേ നടന്നു. നന്ദ ആണെങ്കിൽ പെട്ടെന്ന് പുറകിലേക്കാണ് നോക്കിയത്. എന്നാൽ അതിനു മുന്നേ ഒരു കൈ വന്ന് അവളുടെ അരയിലൂടെ പൊക്കിയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ഛേ, എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിട്. നന്ദ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി നിൽക്ക് പെണ്ണേ. കാശി അവളെ തെന്നിലേക്ക് തന്നെ ഒന്നുകൂടെ അടക്കി പിടിച്ചു കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ കുതറിക്കൊണ്ട് തന്നെയിരുന്നു. ശിവം, മര്യാദയ്ക്ക് അടങ്ങി നിന്നോ നീ. ഇല്ലെങ്കിൽ റോഡാണെന്ന് പോലും മറന്ന് ഞാൻ ആ ചുണ്ട് ഇങ്ങ് എടുക്കും ഞാൻ. അത്രയും നേരം കിടന്ന് പിടഞ്ഞവൾ അവൻ്റെ ആ ഡയലോഗ് പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അടങ്ങി നിന്നു. ദേ മനുഷ്യ, നടു റോഡാണ്, വെറുതെ അഭ്യാസം കാണിക്കാതെ വിടുന്നുണ്ടോ? അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ അവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എൻ്റെ പെണ്ണ, ഒന്നാമത് ഇവിടെ നല്ല ഇരുട്ടാണ്, രണ്ട് ഇവിടെ എങ്ങും ആരുമില്ല. അതും കൊണ്ട് നീ ഒന്ന് മനസ്സ് വെച്ചാൽ. അയ്യോ, ഇത് എന്ത് സാധന? അവൾ കണ്ണു മേയിച്ചു കൊണ്ട് പറഞ്ഞു. അല്ല, മോളുടെ പിണക്കമൊക്കെ തീർന്നോ? ഇല്ല, കാണാൻ കൊള്ളാത്തത് എന്നോട് നിങ്ങൾ സംസാരിക്കണ്ട. വിട് മനുഷ്യ അങ്ങോട്ട്. അതും കേട്ട് അവൾ ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. കാണാൻ കൊള്ളില്ല എന്ന് ആരാ പറഞ്ഞേ? കണ്ടാൽ തന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നത് നിന്നെ. അവളിലേക്ക് മുഖം അടുപ്പിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അത് പറയുമ്പോൾ അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി അമർത്തി പിടിച്ചു. കാശിയേട്ടാ, എന്താ ശിവപ്പമെണ്ണേ? അവൾ വിക്കി വിക്കിക്കൊണ്ട് വിളിക്കുമ്പോൾ അവൻ ഒരു താളത്തിൽ വിളി കേട്ടു. റോഡാണ്, ദേ ആരൊക്കെയോ വരുന്നുണ്ട്, എന്നെ വിട് ഏട്ടാ. അല്പം പുറകിൽ നിന്നും ആരോ വരുന്നത് കണ്ടപ്പോൾ അവൾ അവനിൽ നിന്നും കുറുകിക്കൊണ്ട് പറഞ്ഞു. വിടാം, പക്ഷേ എൻ്റെ കൂടെ മര്യാദയ്ക്ക് നടക്കണം, മനസ്സിലായോ? അത് കേട്ട് അവൾ നല്ല കുട്ടിയെ പോലെ തലയാട്ടി കാണിച്ചു. കാശി അവളിൽ നിന്ന് വിട്ടുമാറി അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവനോടൊപ്പം ഒതുങ്ങി അവളും. ദിവസങ്ങൾ കടന്നു പോകവേ വീട്ടുകാരെല്ലാം ചേർന്ന് നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തു. പിന്നെ അങ്ങോട്ട് അതിനായി ഉള്ള കാത്തിരിപ്പിലായിരുന്നു നമ്മുടെ പിള്ളേർ. പിന്നെ ഇതിനിടയിൽ ഒരു കുഞ്ഞു സർപ്രൈസ്. എന്തെന്നാൽ സിത്തുവിൻ്റെയും ദേവിൻ്റെയും റിങ് എക്സ്ചേഞ്ച് കൂടെ ഒന്നിച്ച് നടത്തുവാണ്. പക്ഷേ ദേവമ്മ മാത്രം അതൊന്നും അറിഞ്ഞില്ല. അല്ല, സിത്തുവിൻ്റെ നിർദ്ദേശപ്രകാരം ആരും അവളെ അറിയിച്ചില്ല. കൊച്ചിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തു തുടങ്ങിയതും എല്ലാവരും ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ റിങ്ങും വാങ്ങുവാനും ഒക്കെ ആയും ഇറങ്ങി. ഇന്ദിരയും കുടുംബവും മാത്രം വന്നില്ല, കൂടെ ഋതുവും. അവർ നാലും അവിടെ ഈ നിശ്ചയം എങ്ങനെ മുടക്കും എന്ന് കൊണ്ട് പിടിച്ച് ആലോചനയിലാണ്. ആദ്യം അവർ ടെക്സ്റ്റൈലിലേക്ക് ആണ് പോയത്. ശേഷം പിള്ളേർക്ക് ഉള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. നന്ദയും റെഡ് കളർ കാഞ്ചീപുരം സാരിയെ ദേവമ്മയ്ക്ക് പിങ്ക് പട്ടു സാരിയുമാണ് എടുത്തത്. അല്ല, എനിക്ക് എന്തിനാ ഇത്രയും വില കൂടിയ സാരി? ഇവരുടെ അല്ലേ നിശ്ചയം, അല്ലാതെ എൻ്റെ അല്ലല്ലോ.
അവളുടെ സംശയം അവൾ തന്നെ എല്ലാവരോടുമായി ചോദിച്ചു. അതിന് മറുപടി എന്തോ പറയാൻ വന്ന ലക്ഷ്മിയെ തടഞ്ഞുകൊണ്ട് സിത്തു പറഞ്ഞു, ചെക്കൻ്റെ അനിയത്തിയാ നീ അല്ലേ? ഡി പൊട്ടി തിളങ്ങി നിൽക്കാൻ. അപ്പോൾ ഇതൊക്കെ വേണ്ടേ? അത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഓ അങ്ങനെയായിരുന്നോ? എങ്കിൽ ഓക്കെ, ഞാൻ പോയി ഇതിന് മാച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങട്ടെ. വാ നന്ദൂസേ. അതും പറഞ്ഞ് അവൾ അടുത്ത് നിന്ന് നന്ദയെ കയ്യും പിടിച്ച് അവിടെ നിന്ന് പോയി. ബാക്കിയുള്ളവർക്കൊക്കെ അത് കണ്ട് ചിരി ആണ് വന്നത്. ഇങ്ങനെ ഒരു പൊട്ടി. സിത്തു ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് പോയി. കാശിയും സിത്തുവും സെയിം കളർ ഷർട്ട് തന്നെയാണ് വാങ്ങിയത്. എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ശേഷം അവർ അടുത്ത് പോയത് ജ്വല്ലറിയിലേക്കാണ്. കാശിയും നന്ദയുമാണ് അവർക്കുള്ള പരസ്പരം റിംഗ് സെലക്ട് ചെയ്തത്. സിത്തുവിന് കാശിയും ദേവുവിന് നന്ദയും എടുത്തു. ആ നേരം സിത്തു ദേവുവിനെയും കൊണ്ട് മാറി നിന്നു. അങ്ങനെ പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. കല്യാണത്തിന് ദിവസങ്ങൾ നിൽക്കെ ഒരു ദിവസം ഋഷിയും ഫാമിലിയും ഇപ്പോൾ ദേവർമാടത്തിൽ അല്ല താമസം. അവർ മറ്റൊരു വാടക വീട് എടുത്തു മാറി. കാശി നിർബന്ധിച്ച് എങ്കിലും അവർ സന്തോഷത്തോടെ അത് നിരസിച്ചു. എന്നാൽ ഋതു മാത്രം അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. അവളുടെ ഉള്ളിൽ ഇരിപ്പ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കാശി അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അതായത് നിശ്ചയത്തിൻ്റെ 2 ദിവസം കിടക്കെ പിള്ളേരുടെ റിങ് പൂജക്കായി അമ്പലത്തിൽ കൊടുക്കാനെടുക്കുമ്പോൾ നന്ദയുടെ റിങ് കാണുന്നുണ്ടായിരുന്നില്ല. ഈശ്വര, ഇത് എവിടെ പോയി? ലക്ഷ്മി ആദിയോടെ അവിടെ ഒക്കെ തിരഞ്ഞു എങ്കിലും സാധനം കിട്ടിയില്ല. വാസുവേട്ടാ, അവർ വേഗത്തിൽ ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. എന്തോ ഡോ, താൻ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അയാൾ വേഗം എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. അയാൾ മാത്രമായിരുന്നില്ല. അമ്പലത്തിൽ പോകാനായി രഘുവും മയൂരിയും കാശിയും സിത്തുവും നന്ദയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ മോളുടെ റിങ് കാണുന്നില്ല. അത് കേൾക്കെ എല്ലാവരും ഒന്ന് ഞെട്ടി. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? റിങ് കാണുന്നില്ലെന്നോ? അവിടെ എവിടെയെങ്കിലും കാണും. താൻ ഒന്ന് സമാധാനത്തോടെ നോക്ക്. അയ്യോ ഇല്ല ഏട്ടാ, ഞാൻ അവിടെ മുഴുവൻ നോക്കിയത് ആണ്. അവിടെ എങ്ങും ഇല്ല. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി, നീ ഇങ്ങനെ കരയാതെ. അത് അവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് സമാധാനത്തോടെ നോക്കാം. നീ വാ. മയൂരി ലക്ഷ്മിയെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവർക്ക് പുറകെയായി ബാക്കിയുള്ളവരും. എന്നാൽ പിള്ളേർ മാത്രം അവിടെ ബാക്കിയായി. അളിയാ, എനിക്ക് എന്തോ ഒരു ഡൗട്ട്. സിത്തു ആണ് അത് പറഞ്ഞത്. അത് കേട്ട് കാശി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊരു സംശയമല്ല. സിത്തു റിങ് അവിടെ തന്നെ ഉണ്ടാവും. നീ വാ. അതും പറഞ്ഞ് കാശി വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഇപ്പോൾ വരാം. നന്ദയുടെയും ദേവുവിനോടും അതും പറഞ്ഞ് സിത്തുവും കാശിയും പുറകെയായി പോയി. ഇവർ എന്തൊക്കെയാ ഈ പറയുന്നത്? അവിടെ നടക്കുന്നതൊന്നും മനസ്സിലാകാത്തതുപോലെ ദേവു നന്ദയോട് തീർത്തും സംശയത്തോടെ ചോദിച്ചു. നിനക്ക് മനസ്സിലായി ഇല്ലേ? ഇവർ ഇപ്പോൾ ഋതു ചേച്ചിയുടെ അടുത്തേക്ക് ആകും പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ റിങ് എടുത്ത് അവളാണോ? ആവോ, നോക്കാം. ഇത്തിരി നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ കാശിയും സിത്തുവും തിരികെ വന്നു. എന്തായി ഏട്ടാ, കിട്ടിയോ? ദേവു വേഗം കാശിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൻ ഒന്ന് മൂളിക്കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ആ റിങ് അവർക്ക് കാണിച്ചു കൊടുത്തു. ശേഷം നന്ദയെ ഒന്ന് നോക്കി. ഇനി ഇവിടെ എന്താ പറയുക? നീ ആദ്യം എല്ലാവരെയും വിളിക്ക്. എല്ലാം അറിയാം, സമയമായി. സിത്തു ഗൗരവത്തോടെ അത് പറയുമ്പോൾ ദേവു ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഉടൻ തന്നെ എല്ലാവരെയും കൊണ്ട് ദേവു പുറത്തേക്ക് വന്നു. എവിടെ മോനെ, കിട്ടിയോ റിങ്? രഘു അത് ചോദിക്കുമ്പോൾ കാശി തൻ്റെ കയ്യിലിരുന്ന റിങ് അവർക്ക് കാണിച്ചു കൊടുത്തു. അല്ല, ഇത് എങ്ങനെ നിനക്ക് കിട്ടി? അതും ഇവിടെ സെൽഫിലിരുന്ന സാധനം. വാസു സംശയത്തോടെ മനസ്സിലാകാതെ അവനോട് ചോദിച്ചു. ഒരാളുടെ റൂമിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ആ ആളുടെ ലക്ഷ്യം ഈ നിശ്ചയം മുടക്കുക എന്നതും. അവൻ്റെ ആ വാക്കുകൾ എല്ലാവരിലും ഒരു വലിയ ഞെട്ടൽ തന്നെ ആണ് തീർത്തത്. നിശ്ചയം മുടക്കാനോ? ആര്? വേറെ ആര്? നമ്മുടെ ഋതുമോള്. സിത്തു ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അവർ വീണ്ടും ഞെട്ടി. ഋതുവോ?
അതെ, ഋതു തന്നെ. അതും പറഞ്ഞ് സിത്തു അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരെ എല്ലാവരെയും അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവർക്കൊക്കെ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഛേ, എന്നിട്ടാണോ ആ നാസം പിടിച്ചതിനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നത്? അടിച്ചടക്കും ഞാൻ ഇന്ന് ഇവളെ. മയൂരി അടങ്ങാത്ത ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മ വേണ്ട, എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. ഞാനൊന്ന് മനസ്സിൽ കണ്ടിട്ട് അതുപോലെ നടക്കും കാര്യങ്ങൾ. പക്ഷേ കാശി, രഘു എന്തോ പറഞ്ഞു വന്നതും അവൻ അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരും ഒന്നും കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അവൻ ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ആ റിങ് നന്ദയുടെ കയ്യിലായി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന് പുറകെയായി സിത്തുവും.